അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. രസഗുളയാണ് കേട്ടോ. നല്ല സ്വീറ്റ് തന്നെയാണ്. രസഗുള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ചോറുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളരി ചോറ് തന്നെ എടുക്കുക കേട്ടോ. മട്ടേരി ആണുമ്പോൾ കളറൊക്കെ മാറ്റം വരും. അതുപോലെ പച്ചരി ചോറും എടുക്കുക നിങ്ങൾക്ക് ഇതിന് പകരം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കരുത്, കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഒരു പരന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കുറച്ചൊക്കെ ഒട്ടി പിടിക്കും കേട്ടോ, ചോറായത് കാരണം തന്നെ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ മിക്സിയിൽ അങ്ങനെ വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് അരക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് അരക്കാൻ പറ്റുന്ന മിക്സി ആണെങ്കിൽ നല്ല സുഖമാണ്. അതുപോലെ അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല വൈറ്റ് കളർ കിട്ടും കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ ഞാൻ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ. നല്ല ആ ഒരു രസഗുളക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തരി ഉപ്പ്. അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു സോഫ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നന്നായിട്ട് രസഗുള പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന പാകത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചോറായിരിക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നൊരു പാകമാക്കി എടുക്കുക. വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിക്കുക. കയ്യിൽ എണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, ഇതിലും വലുതാക്കണമെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. വലിപ്പമൊക്കെ നന്നായിട്ട് തന്നെ ഉരുട്ടി എടുക്കുക. കഴിയണതും നല്ല ഷേപ്പാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. എൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ കാണാനൊരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിൽ അതിൻ്റെ ഒരു ഗ്ലാസ് അളവിൽ എടുക്കുക കേട്ടോ. അതേ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ഏലക്കായും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ബോളാക്കി വെച്ചിട്ടുള്ള ഓരോ രസഗുള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ രസ്മലായി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പാലിലാണ് നമ്മൾ ബോയിൽ ചെയ്യുക. പാലിൽ കുങ്കുമം ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസ്മലായി വേണമെങ്കിലും ഇതുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. രസഗുള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലാണ് ഇത് ബോയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോൾസും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിട്ട ബോളൊക്കെ ഡബിൾ സൈസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നന്നായിട്ട് തന്നെ ബോയിൽ ചെയ്ത് ചെയ്യാം. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഈ ഷുഗർ സിറപ്പിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് കുറച്ചും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഇനി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്കിതിനില്ല. അപ്പോൾ ഞാൻ കുറച്ച് പിസ്തൻ്റെ സ്ലൈസ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.